നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു പ്രമാണം, ഇത് ഒന്നാം പ്രമാണമാണ്. ഇതിന്റെ ശക്തി മനസ്സിലാക്കിയ എല്ലാ വ്യക്തികളും, ഈ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കിയവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷെ അത് മനസ്സിലാക്കാനാണ് പഠിച്ചത്. ബൈബിൾ ഉടനീളം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കഥ അബ്രാഹത്തിന്റെ കാലം മുതൽ എടുക്കുവാണെങ്കിലും ദൈവം വീണ്ടും വീണ്ടും പറയുന്ന ഇതാണ്: ഞാനാണ് നിന്റെ കർത്താവ്, ഞാനാണ് നിന്റെ ഇടയൻ. നമ്മള് നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കും, നമ്മുടെ കഴിവിൽ ആശ്രയിക്കും. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവം നടന്നിട്ടും ദൈവത്തിന്റെ ഒരു വാക്ക് കേട്ടാൽ 11 ദിവസം കൊണ്ട് ക്രോസ് ചെയ്യേണ്ട മരുഭൂമിയാണല്ലോ എന്ന്. നമ്മളിവിടെ നമ്മുടെ ആയുസനുസരിച്ച് നമ്മൾ ജീവിക്കും. ഈ 70 വർഷവും നമ്മൾ ഈ മരുഭൂമി കൂടെ നടക്കും. ഇസ്രായേൽ ജനം 40 വർഷം നടന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് ആരും വാഗ്ദാന ഭൂമിയിൽ പ്രവേശിച്ചില്ല. അവരുടെ അടുത്ത തലമുറയെ പ്രവേശിച്ചത്. എന്താ? അവർ അത്രയ്ക്കും അനുസരണ കെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ അതേപോലെ തന്നെയാണ്. ഇന്നിപ്പം ഞാൻ റോമാക്കാരുടെ ലേഖനം ഇന്ന് രാവിലെ വായിക്കുമായിരുന്നു. നമ്മൾ ഇന്ന് നിയമത്തിന്റെ സമയത്തല്ല ജീവിക്കുന്നത്. നിയമം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു യേശു വഴി. അവൻ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ടെന്നാണ് വചനം പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കണം. നമ്മുടെ ജോലിയോ നമ്മുടെ കഴിവിനോ നമ്മുടെ ആരോഗ്യത്തിനെയോ നമ്മുടെ ബാങ്ക് ബാലൻസിനെയോ അല്ല ആശ്രയിക്കേണ്ടത്. സത്യത്തിൽ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാനുള്ള കാരണമില്ല. നമ്മൾ കാരണം ഉള്ളപ്പോഴൊക്കെ നമ്മൾ ആശ്രയിക്കും. രോഗം വരുമ്പോൾ കർത്താവേ എനിക്ക് സൗഖ്യം നൽകണമെന്ന് ആശ്രയിക്കും. കടബാധ്യതയിൽ മുങ്ങി കഴിയുമ്പോൾ കർത്താവെ രക്ഷിക്കണമേ കടബാധ്യതയിൽ എന്ന് പറയും. പക്ഷെ അതായിരിക്കരുത് നമ്മുടെ ആവശ്യം. ആർക്ക് ദൈവത്തെ പറ്റി പാഷൻ ഉണ്ടോ, യു ഹാവ് ടു ഡിസയർ ഫോർ ഗോഡ്. ദൈവത്തെ ആരാശ്രയിച്ചിട്ടുണ്ടോ അവരെ ആരെ നിരാശപ്പെട്ടിട്ടില്ല ദൈവം. കാരണം ദൈവം സൃഷ്ടിച്ചേക്കുന്ന, നമ്മളെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. They are like trees that grow beside a stream, that bear fruit at the right time, and whose leaves do not dry up. They succeed in everything they do. They are, means he is talking about people who depend on God. See, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നിർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തിയിൽ സഫലമാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിന്റെ നിയമത്തിൽ ആശ്രയിക്കുന്നവൻ. നമ്മൾ ദൈവം ഒന്നേ ഉള്ളൂ. ആ സത്യം മനസ്സിലാക്കിയവർ ശക്തിയുള്ളവരാണ്. ഇത് പറഞ്ഞിട്ടുണ്ട്, നാശത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് കുരിശിന്റെ വഴി ഭോഷത്വവും വിഡിത്തവുമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നത്. കുരിശ് ശക്തിയാണ്. ഏതെങ്കിലും ദൈവമുണ്ടോ ഇങ്ങനെ നിസ്സഹായനായിട്ട്, ഹെൽപ്ലെസ് ആയിട്ട്? Why should we worship him? He emptied himself, his divinity he given up and took the form of a man in flesh. ഈ കുരിശ് ഇന്നെന്റെ രക്ഷയാണ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത്. അവൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയത് ഈ കുരിശ് മരണം വഴിയാണ്. ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് അവൻ എന്റെ സ്ഥാനം ഏറ്റെടുത്തു. അത് അവന്റെ സ്നേഹത്തിന്റെ മൂർത്തി ഭാവമാണ്. There is absolute love. Beyond that, nobody can express any love. ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല. മാരകമായ ക്യാൻസർ രോഗമെന്ന് പറയാണ്, എനിക്ക് 3 മാസമേ സമയമുള്ളെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നാലും ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് നാശമില്ല. സ്വർഗം എന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നരകവും യാഥാർത്ഥ്യമാണ്. നമ്മൾ ശരീരം വിടും, നമ്മുടെ ആത്മാവ് ഒന്നെങ്കിൽ സ്വർഗത്തിൽ ഒന്നെങ്കിൽ നരകത്ത് പഠിപ്പിക്കുന്നത്. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് 1ാം സ്ഥാനം നൽകുന്ന ഒരു വ്യക്തിക്കും ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 23 Psalm 23 says that Lord is my shepherd, I shall not want. He makes me to lie down in green pastures. He restores my soul. നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും കുറവുകളും ബലഹീനതകളും പോരായ്മകളും അവൻ നികത്തും. അവനെ വിശ്വസിക്കുന്ന, അവനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ആ രക്ഷയുടെ നാമമാണ് ഏകനാമമാണ്. നമ്മുടെ കൂടെ എന്നും ഉള്ളവനാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. അവനിൽ വിശ്വസിക്കുന്നവന് അവൻ നൽകുന്ന ഫ്രീ ഗിഫ്റ്റാണ് സാൽവേഷൻ. അവൻ അവന്റെ ആത്മാവിനെ നൽകും. അവന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഏവനും പഴയ സൃഷ്ടിയല്ല,
പുതിയ സൃഷ്ടിയാണ്. അപ്പൊ അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധി നമ്മുടെ കൂടെ ഉണ്ടാകും.